ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്, ബിലേറ്റഡ് ഈദ് മുബാറക്. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഈദ് വ്ളോഗാണ് ഇട്ടുന്നത്. ഫുള്ളായിട്ട് എനിക്ക് ഫുൾ ഡേ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എൻ്റെ ഒരു ഈദ് ഡേ എങ്ങനെയാണോ അത് ഫുള്ളായിട്ട് കാണിക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം ചെറുതായിട്ടൊരു ഫുഡ് ഇൻഫെക്ഷൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാനും പറ്റിയില്ല, പിന്നെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ലേറ്റായിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഒരു കൊളായ ഈദ് ഡേ ആയിരുന്നു എൻ്റെത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഡേ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 2 ദിവസത്തെ എൻ്റെ ഈദാണ് ഞാനിതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ രാവിലെ എണീറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കിയിരുന്നു കേട്ടോ. പത്തിരിയും ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ഒക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പത്തിരി ജസ്റ്റ് ചൂടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണി. പിന്നെ ഉച്ചക്കാണെങ്കിലും ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കായിരുന്നു. പിന്നെ കാര്യമായിട്ട് കുക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈദ് വ്ളോഗ് എടുക്കുമ്പോൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള എല്ലാവരും കാണിക്കണമെന്നൊക്കെ. ഈദായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവരും കൂടെ വീഡിയോ എടുത്ത് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യുക, ഇപ്രാവശ്യത്തെ ഇതൊരു സുഖമില്ലാത്ത ഈദായിപ്പോയി. പിന്നെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിലും ഹോസ്പിറ്റലിൽ പോക്കും വരവും ഒക്കെ ആയപ്പോൾ പിന്നെ ഓരോരുത്തരുടെ വരവും പോക്കൊക്കെ ആയപ്പോൾ നമുക്ക് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ ജസ്റ്റ് ഡ്രസ്സ് ചെയ്യുമ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു. ഇതന്നെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ സെക്കൻഡ് ഡേയ്സിൻ്റെ വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. ഇത് അസ്രാഖാൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ. അനിയ നാട്ടിലില്ല, ദുബായിലാണ്. അവൾ യുനാനി ഡോക്ടറാണ്. അവർക്കൊരു മോളായിട്ടുള്ളത് 5 months ആയിട്ടുള്ളൂ. പിന്നെ അസ്രാഖാക്ക് ഒരു സിസ്റ്ററാണുള്ളത്. അവൾക്ക് ട്വിൻസാണ്, 2 ഗേൾസാണുള്ളത്. അവരിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് മോം കെയറിലായിരുന്നു. ഇപ്പോൾ ഈദായിട്ട് വന്നതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഈദ് ഡേ 2ൻ്റെ അന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ അന്ന് എനിക്ക് കാര്യമായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പോകുമ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ലെൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എവറി ടൈം ഫേവറേറ്റ് മോയ്സ്ചറൈസർ, എംബർലൈസിൻ്റെ മോയ്സ്ചറൈസർ ഫേസ് ഫുള്ളായിട്ട്, ഫേസിലും നെക്കിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത്. പിന്നെ ചെറുതായിട്ട് നമ്മളെ ഷീഗ്ലാമിൻ്റെ കൺസിലറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തതിൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷൻ സ്റ്റിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് വരുന്നത് ഷെയ്ഡ് നമ്പർ 17 ആണ്. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ചെയ്തു പോകുന്നത്. പിന്നെ രാവിലെ പോണ ആ ഒരു ടൈമിൽ എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്ത് പോവുമായിരുന്നു കേട്ടോ. പിന്നെ ബ്ലെൻഡർ വെച്ചിട്ട് നല്ലോണം ഫേസും നെക്കൊക്കെ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അണ്ടർ ഐസ് ഷീഗ്ലാമിൻ്റെ തന്നെ ട്രാൻസ്ലൂസൻ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഷീഗ്ലാമിൻ്റെ പ്രോഡക്റ്റ്സ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് ഷീഗ്ലാമിൻ്റെ പ്രോഡക്റ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ നോർമലായിട്ട് ഏതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു മറ്റേ ന്യൂഡ് ഷെയ്ഡിലുള്ള ഒരു കാജൽ സ്റ്റിക്കാണ്. ജസ്റ്റ് വാട്ടർ ലൈനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ ബോളിവറിൻ്റെ ലിപ്പ് ലൈനറാട്ടോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷെയ്ഡ് വരുന്നത് 503 ആണ്. ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തിട്ട് പിന്നെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടി ഹെൽപ്ഫുൾ ആവും കേട്ടോ. പിന്നെ ഷുഗറിൻ്റെ കാജൽ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ അപ്പർ വാട്ടർ ലൈനും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ മേക്കപ്പ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഒരു ഐഷാഡോ പാലറ്റിലത്തെ ഏറ്റവും ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ബേസ് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് നല്ലോണം ഒന്ന് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത്. പിന്നെ ഐലൈനർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മളെ ഐബ്രോ പാലറ്റിൽ നിന്ന് അതിലത്തെ ഒരു ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പാലറ്റായിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലത്തെ ഏറ്റവും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഐ മേക്കപ്പിൽ കാര്യമായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മസ്കാര അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. മസ്കാര ഞാൻ ഷീഗ്ലാമിൻ്റെ മസ്കാര കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് എനിക്ക് മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ലിപ്സ്റ്റിക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ എന്ത് ഫേസിൽ ഇട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇല്ലാതെ ലിപ്സ്റ്റിക്ക് എനിക്ക് മസ്റ്റാണ്.
അപ്പോൾ ഞാൻ എന്നിട്ടിട്ടുണ്ടായിരുന്നത് 2 ഷെയ്ഡ്സിലാണ്. ഒന്ന് ഗ്ലാമിൻ്റെ മെറൂൺ ഷെയ്ഡും പിന്നെ മെബിലൈൻ്റെ ആമസോണിയൻ ഷെയ്ഡും. ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്യാറുണ്ട്, 2 ടൈപ്പ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. അതാകുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഒന്നും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഗ്ലാമിൻ്റെ തന്നെ ലിക്വിഡ് ബ്ലഷാണ് കേട്ടോ. ഷെയ്ഡ് വരുന്നത് റോസ് റിച്വലാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ലവ് കേക്ക് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡുണ്ട്, അതും നല്ല ഷെയ്ഡ് തന്നെ കേട്ടോ. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് അത് വരുന്നത്. ഞാൻ ഈ ഒരു ബ്ലഷ് യൂസ് ചെയ്ത് തുടങ്ങിയതിൻ്റെ ശേഷം ഇതുവരെ വേറൊരു ബ്ലഷിലേക്ക് സ്വിച്ച് ചെയ്തിട്ടില്ല. എനിക്ക് അത്രയും കംഫർട്ടാണ് ഈ ഒരു ബ്ലഷ് യൂസ് ചെയ്യാനും. ബ്ലെൻഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ നല്ലോണം ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഡാബ് ചെയ്തിട്ട് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്ലാമിൻ്റെ തന്നെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലാമിൻ്റെ പ്രോഡക്റ്റ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ ആ ഒരു പ്രൈസ് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. എന്നാൽ ആ ഒരു റേറ്റിന് നല്ല വോത്തുമാണ് കേട്ടോ പ്രോഡക്റ്റ്സ് എല്ലാതും. നെക്സ്റ്റ് ഞാൻ വെറ്റ് n വൈൽഡിൻ്റെ തന്നെ ഐബ്രോ പാലറ്റ് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ചെറുതായിട്ട് കൊഴിഞ്ഞു പോയ ഭാഗത്ത് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലാതെ ഷേപ്പ് ചെയ്യും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. അത്യാവശ്യം തിക്കുള്ള ഐബ്രോസ് ആണ് എൻ്റേത്, അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് ആ ഒരു കർവിൽ എനിക്ക് കൊഴിഞ്ഞ ഭാഗത്ത് മാത്രം ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ പാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഫുള്ളായിട്ട് ഫേസ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഹെയർ എൻ്റെ എന്നത്തെയും ഹെയർ സ്റ്റൈലാണ്, ജസ്റ്റ് പോണിറ്റൈൽ കെട്ടിയിട്ട് വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കയ്യിലുള്ള കുറച്ച് ജ്വല്ലറീസൊക്കെ ഇട്ടെടുത്ത്, ജ്വല്ലറീസ് കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇയറിങ്സും അതേപോലെ 2 റിങ്സും ഒരു വാച്ചും അത്ര തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇയറിങ്സ് ഞാൻ ഗ്ലാമിൻ്റെയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ റിങ് ഇടുന്ന വീഡിയോ എടുക്കണ കണ്ടപ്പോൾ വേഗം വന്നിട്ടൊരു ഫ്ലവറും റിങ്ങൊക്കെ കയ്യിൽ പിടിച്ചിട്ട് വന്നിട്ട് ഇട്ട് തരികട്ടെ എനിക്ക്. അവൻ എപ്പോഴും എന്താ പറയുക, എന്തെങ്കിലും ഫ്ലവറോ എന്തെങ്കിലും ലീഫോ ഫ്ലവറോ എന്തെങ്കിലും കയ്യിൽ കിട്ടി അപ്പോൾ വന്നിട്ട് ഇതേപോലെ നിൽക്കട്ടെ, എന്നെ ജസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന പോലെ കാട്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പം ഞാൻ ഡ്രസ്സ് ചെയ്യണ കണ്ടിട്ട് മോന് ഇതേപോലെ ഓരോ സ്പെക്സും കാര്യങ്ങളും ഇട്ട് നോക്കിയിട്ട് വരികയാണ് കേട്ടോ. ഇത് രസമുണ്ടോ ചോദിച്ചിട്ട് ഓരോന്നും ഇട്ടിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ മൊത്തത്തിലുള്ളൊരു മേക്കപ്പ് ലുക്ക് വരുന്നത്. അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാവരും റെഡിയായി ഞങ്ങളങ്ങനെ പോയിട്ടോ. കസിൻസ് ഒരുപാട് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ പുറത്തും, പിന്നെ ഒരാൾ പ്രഗ്നൻ്റ് ആയിട്ട് റെസ്റ്റിലൊക്കെയാണ്. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. എന്ത് ഫങ്ഷൻ ആയാലും ഞങ്ങൾ എന്താ പറയുക, ചെറുപ്പം മുതലേ പെരുന്നാൾ, സെക്കൻഡ് പെരുന്നാൾ വലിപ്പാടും വലിയമ്മാൻ്റെ കൂടെയായിട്ട് ഉണ്ടാവാറുള്ളത്. അത് ഞങ്ങൾ ചെറുതാകുമ്പോൾ തൊട്ടേ അങ്ങനെയാണ്. എവിടെയാണെങ്കിലും എല്ലാവരും അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും എവിടേക്കെങ്കിലുമൊക്കെ തിരിയുള്ളൂ. സെക്കൻഡ് പെരുന്നാൾ എപ്പോഴും ഒന്നെങ്കിലും ഉച്ചക്ക് അല്ലെങ്കിൽ വൈകിട്ട് വലിപ്പാടും വലിയമ്മാൻ്റെ അടുത്തായിട്ട് ഉണ്ടാവാറ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. നമ്മളൊരു മനസ്സുഖത്തിന് കുറച്ച് ഗോസിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത്, പിന്നെ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും, പിന്നെ വലിയപ്പാക്കും വലിയമ്മാക്കും ഞങ്ങളെ പേരക്കുട്ടികൾ ഓരോരുത്തരായിട്ട് സെൻറ്ററിലിരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത്, പിന്നെ അങ്ങനെ ഒരുപാട് കസിൻസ് വന്നിട്ടില്ല, എല്ലാവരും നല്ല മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈദിന് എല്ലാവരും എന്താ പറയുക ഒന്നിച്ച് കൂടുതലുള്ളതാണ്. സെക്കൻഡ് ഡേ ഈദ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കസിൻസിനായിട്ട് ഒന്നിച്ച് കൂടുക എന്നുള്ള ഒരു ഹാപ്പിയാണ്. അങ്ങനെ ഒരു സൈഡിലിവിടെ അമ്മൂസിൻ്റെ വക കുറച്ച് മരിയോൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഈദ്, 2 ദിവസത്തെ ഈദ് എന്ന് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.